രചന, അവതരണം റിൻസി. എന്തു വേണം? ഗൗരവമാർന്നതായിരുന്നു മിഥുൻ്റെ ശബ്ദം. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അവളോട് തനിക്ക് ദേഷ്യം കാണിക്കാൻ പോലും ഇപ്പോഴും സാധിക്കുന്നില്ലെന്ന് വേദനയോടെയാണ് മിഥുൻ ഓർത്തത്. അത്രമേൽ ഹൃദയം കൊടുത്ത് താൻ അവളെ സ്നേഹിച്ചിരുന്നല്ലോ. മിഥുൻ എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. സംഭവിച്ചു പോയതിൽ. ശിഖ, കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കേൾക്കാൻ സമയവും ഇല്ല. ശിഖ, ഇപ്പം വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് നിനക്ക് ഫോൺ വയ്ക്കാം. ഞാൻ കുറച്ച് തിരക്കിലാണ്. ഓക്കെ, സോറി. മിഥുൻ, ഞാൻ പഴയ ഓർമ്മയിൽ. ശിഖ അവളുടെ ശബ്ദം പരമാവധി ലളിതമാക്കി. ഞാനൊരു വാർത്ത അറിഞ്ഞു. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ രമേശ് ചേട്ടനാ എന്നോട് കാര്യം പറഞ്ഞത്. മിഥുൻ മാരീഡ് ആവാൻ പോവുകയാണോ? വർദ്ധിച്ച ഹൃദയമിടിപ്പോടെയാണ് ചോദിച്ചത്. അതെ, ഉറച്ചതായിരുന്നു അവൻ്റെ മറുപടി. മിഥുൻ, എന്തായി പറയുന്നേ? അവളുടെ ശബ്ദം അല്പം ഉയർന്നു പോയി. പിന്നെ നീ എന്താ കരുതിയത്? ഞാൻ ഈ ജീവിതകാലം മുഴുവൻ നിന്നെ ഓർത്ത് സന്യാസിയായി ജീവിക്കുമെന്നോ? അങ്ങനെ ചിന്തിച്ചെങ്കിൽ നിനക്ക് തെറ്റി. പ്രണയവിവാഹം തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം, ഒരിക്കലും നീയുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവളുടെ 7 അടി അകലെ നിൽക്കാനും പോലുമുള്ള യോഗ്യത നിനക്കില്ല. അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ തകർക്കാൻ കെൽപ്പുള്ളതായിരുന്നു. ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ ദേഷ്യം അവൾ പുറത്തു കാണിച്ചില്ല. ആവശ്യം ഇപ്പോൾ അവളുടെയാണെന്ന് അവൾക്ക് ബോധമുണ്ടായിരുന്നു. മിഥുൻ്റെ നിർബന്ധത്തിന് മാത്രമാണ് ഡിവോഴ്സ് നൽകിയത്. ഞാൻ അല്ലാതെ തെളിവുകൾ ശക്തമായതുകൊണ്ടല്ല അല്ലേ? ആ ചോദ്യത്തിൽ അവളൊന്ന് ഉലഞ്ഞുപോയി. ശിഖ, കഴിഞ്ഞ കാര്യത്തെപ്പറ്റി ഓർക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല. പക്ഷെ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലാവും. ക്ഷമിക്കാൻ കഴിയില്ലേ? ഒരിക്കൽ കൂടി എനിക്കൊരവസരം തന്നൂടെ? കെഞ്ചും പോലെ അവൾ ചോദിച്ചു. ഛർദ്ദിച്ചത് തിന്നാൻ ഞാൻ പഠിച്ചിട്ടില്ല. അവൻ്റെ ആ മറുപടിയിൽ ഭൂമി തുറന്ന് അന്തർദാനം ചെയ്യും പോലെയാണ് അവൾക്ക് തോന്നിയത്. ഇത്രമാത്രം നിന്ന താൻ ഒരാളിൽ നിന്നും അനുഭവിച്ചിട്ടില്ല. ദേഷ്യം വന്നു തുടങ്ങി അവൾക്ക്. മറുപടിക്ക് കാക്കാതെ മിഥുൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ ആ ദേഷ്യം ഇരട്ടിച്ചു. കയ്യിലിരുന്ന വില കൂടിയ ഐഫോൺ അവൾ ഒറ്റയിരുന്ന് 2 കഷ്ണമാക്കി കളഞ്ഞിരുന്നു. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ശിഖ. മിഥുൻ അവൻ മറ്റൊരാൾക്ക് സ്വന്തമാകുന്നത് മാത്രം തനിക്ക് സഹിക്കാൻ സാധിക്കില്ല. 8 വർഷമായി താൻ അവനെ ഭ്രാന്തമായി സ്നേഹിച്ചു. അതിലുപരി അവൻ്റെ സമ്പാദ്യത്തെയും എല്ലാം തിരിച്ചു കൊടുത്ത് അവൻ്റെ വീട്ടിൽ നിന്നും നല്ലൊരു തുക തന്നെ ജീവനാംശം വാങ്ങി തിരികെ വരുമ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരിക്കലും മറ്റൊരു ജീവിതത്തിലേക്ക് മിഥുൻ കടക്കില്ലെന്ന്. ഈ ദേഷ്യമെല്ലാം ഒന്ന് ആറി തണുക്കുമ്പോൾ മിഥുനെ ഒരിക്കൽ കൂടി പറഞ്ഞു മനസ്സിലാക്കി. കാലുപിടിച്ച് ക്ഷമ ചോദിച്ചാണെങ്കിലും വീണ്ടും അവനുമായി ഒരു ജീവിതം. അതുതന്നെയായിരുന്നു താൻ ആഗ്രഹിച്ചതും. അതിന് വിലങ്ങതടിയാണ് പൊരുത്തി വന്നിരിക്കുന്നത്. അവൻ അവകാശിയായി ശിഖ മാത്രമേ ഉണ്ടാകൂ. അങ്ങനെ അവൾ ആ നിമിഷം തന്നെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മിഥുനും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ആദ്യം വരച്ച ജീവിത ചിത്രത്തിൽ നായികയോ അവളായിരുന്നല്ലോ. പണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ താളം തന്നെ അവളായിരുന്നു. അന്ന് ജീവൻ്റെ പ്രകാശമായവൾ ഇന്ന് ജീവൻ്റെ ഇരുളായി മാറിയിരിക്കുന്നു. വിധി എന്ന മായാജാലക്കാരൻ്റെ കുസൃതികൾ. കുറച്ചുനേരം സ്റ്റിയറിങ്ങിൽ തല ചേർത്ത് വെച്ച് മിഴികൾ അടച്ചപ്പോൾ വേദന കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒരു തുള്ളി കണ്ണുനീർത്തിനെയും കവിളിനെയും നനച്ചിരുന്നു. വൈകുന്നേരമാണ് മൂകാംബികയ്ക്ക് പോകേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യം ചില ബന്ധുക്കളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും മുൻപിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോഴും നിസ്സംഗമായ ഭാവമായിരുന്നു സരീവിൻ്റെ മുഖത്ത്. കാലത്ത് തന്നെ മംഗലത്ത് നിന്നും തനുവും അഭിയും കൃഷ്ണൻ അദ്ദേഹവും ലക്ഷ്മിയെഴുതിയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയെഴുതിയും തനുവും കൂടെയാണ് അവളെ ഒരുക്കിയത്. എല്ലാവർക്കും സന്തോഷമായിരുന്നു. വീട്ടിലെത്തുന്നവർക്കെല്ലാം ചെറിയ രീതിയിൽ ഒരു സദ്യ രാഘവൻ കഴിയുന്ന രീതിയിൽ ഒരുക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും സന്തോഷത്തിൽ. വിവാഹം മൂകാംബികയിൽ വെച്ചായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോകാൻ സാധിക്കാത്തതിനാൽ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയായിരുന്നു ചെറിയൊരു സദ്യ ഒരുക്കിയിരുന്നത് തന്നെ. ആ ആൾക്കൂട്ടത്തിൽ നിന്നും ഇടയ്ക്ക് മാറി ചേട്ടൻ്റെ ഫോട്ടോയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴോ അറിയാതെ സരീവിൻ്റെ മിഴികളൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ വട്ടം തേടിയിട്ടും അവളെ കാണാതെയാണ് തനു തിരക്കി വരുന്നത്. എന്താടി ഇവിടെ വന്ന് നിൽക്കുന്നത്? അലിവോടെ മുടിയിൽ തഴുകിക്കൊണ്ട് തനു ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, ഏട്ടനില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ.
മിഴികൾ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഒക്കെ ഏട്ടൻ കാണുന്നുണ്ടാവും. സന്തോഷാകും. സങ്കടപ്പെടാതിരുന്നാൽ മതി ഏട്ടന്. അറിയാതെ അവൾ കരഞ്ഞു പോയിരുന്നു. എന്താ മോളെ, നീ എന്തിനാ കരയുന്നത്? സത്യം പറ, നിനക്ക് പൂർണ്ണ സമ്മതമല്ലേ വിവാഹത്തിന്? എൻ്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇത് ഉറപ്പിച്ചത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്റെ മുഖത്തൊരു സന്തോഷമില്ല. മറ്റാരെങ്കിലും ആണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷിക്കും. ആരും ആഗ്രഹിക്കുന്ന ഒരു ബന്ധം, അതും അവരിങ്ങോട്ട് വരുമ്പോൾ. തനു ചോദിച്ചു. എനിക്കൊരു സന്തോഷക്കുറവും ഇല്ല ചേച്ചി. ഇത്രയും വലിയ ബന്ധമൊക്കെ എത്തിപ്പിടിക്കാൻ മാത്രം എനിക്ക് അർഹതയില്ലല്ലോ. ഇരുളും പകലും തമ്മിലുള്ള ദൂരമുണ്ട്, അത്ര അകലുണ്ട്. മാത്രമല്ല, വിവാഹം കഴിഞ്ഞ് പോകണ്ടേ? അച്ഛൻ, അമ്മ, കുഞ്ഞ്, മുത്തശ്ശി, അവർ മാത്രമായിരുന്നു എൻ്റെ ലോകം. ആ ലോകത്തിൽ നിന്നും ഒരു ദിവസം പെട്ടെന്ന് പറിച്ചു നടുകാന്ന് പറയുമ്പോൾ വിഷമമുണ്ട്. അത്രമാത്രമേ ഉള്ളൂ ചേച്ചി. കണ്ണു തുടച്ചവൾ പറഞ്ഞു. എനിക്ക് മനസ്സിലാവും. പക്ഷേ മിഥു നിൻ്റെ ഭാഗ്യമാണ്. ആരും ആഗ്രഹിക്കുന്ന സ്വഭാവം. നിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറുന്നതിന് ഈശ്വരൻ തന്നൊരു വഴി തന്നെയായിരിക്കും. തനു അത് പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു അവൾ. സന്ധ്യാസൂര്യൻ തൻ്റെ കിരണങ്ങളാൽ അവളെ ആലിംഗനം ചെയ്തു. മൂകാംബികയിലേക്ക് പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും മിഥുൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അമ്മയെ കൊണ്ടുപോകുവാൻ സാധിക്കുമോ എന്നതായിരുന്നു സരുവിൻ്റെ സങ്കടം. അമ്മയും കുഞ്ഞിയെയും മുത്തശ്ശിയെയും അച്ഛനെയും എല്ലാം കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളായിരുന്നു ഒരുക്കിയത്. അതിനുവേണ്ടി പ്രത്യേകം ആളുകളെ അവൻ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ചുപേർ മാത്രമായിരുന്നു ഇവിടെ നിന്നും മൂകാംബികയിലെത്തിയത്. കുടുംബക്കാരായി ഉണ്ടായിരുന്നത് സുശീലാമ്മ മാത്രം. നന്നായി നടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും രാഘവൻ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ തന്നെയായിരുന്നു. കുഞ്ഞിയാവട്ടെ മറ്റൊരു ലോകത്തിലാണെന്ന് തോന്നി. മുത്തശ്ശിക്കോ എല്ലാം ഒരു അത്ഭുതമായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി ആദ്യം മിഥുൻ സമ്മാനിച്ചത് ഒരു വീൽ ചെയറായിരുന്നു. ആ മുറിയുടെ ഇരുളിൽ നിന്നും പുറം ലോകത്തെ കാഴ്ചകൾ കണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കൗതുകത്തോടെ ആ മാതൃമുഖം വിടരുന്നത് നിറഞ്ഞ മനസ്സോടെയാണ് സരയു കണ്ടത്. അതിനെല്ലാം മിഥുനോട് അവൾക്ക് വലിയ കടപ്പാടുണ്ട്. മുന്തിയൊരു ഹോട്ടലിൽ തന്നെ എല്ലാവർക്കും താമസ സൗകര്യവും ഒരുക്കിയിരുന്നു. എല്ലാവരെയും സ്വീകരിക്കാനെത്തിയ മിഥുൻ്റെ അമ്മാവനും അമ്മായിയും അമ്മാവൻ്റെ മകനുമായിരുന്നു. ആ രാത്രി ആ വലിയ ഹോട്ടലിലെ AC കുളിരിൽ കിടന്നിട്ടും സരയുവിൻ്റെ ശരീരം വല്ലാതെ വിയർത്തു. നാളെ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് വിവാഹം. എത്ര അഭിനയമാണെന്ന് പറഞ്ഞാലും ഈശ്വരൻ സാക്ഷിയായി തൻ്റെ കഴുത്തിൽ താലി വീഴാൻ പോവുകയാണ്. ഒരുവനാൽ സീമന്തരേഖ ചുവക്കാൻ തുടങ്ങുകയാണ്. 1 വർഷത്തിന് ശേഷം അവനെ പിരിഞ്ഞു പോയാലും തനിക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുമോ? ലോകം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും താൻ ഇപ്പോഴും പഴയ മാമൂലുകളിൽ വിശ്വസിക്കുന്നു. വിവാഹം, മരണം, ജനനം, ഇത് മൂന്നും ഒരിക്കൽ മാത്രമേ സംഭവിക്കാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരുവനെ തനിക്കിനി ജീവിതത്തിൽ വരിക്കാൻ സാധിക്കുമോ? അതായിരുന്നു മനസ്സിൽ നിറഞ്ഞ ചോദ്യം. കുറേ സമയം ആ ചോദ്യം അവളെ അലട്ടിത്തുടങ്ങി. രാത്രിയുടെ യാമങ്ങളിൽ ആ ചോദ്യം അവളെ അസ്വസ്ഥതപ്പെടുത്തി തുടങ്ങി. ഒടുവിൽ നിശയുടെ ഏതോ ഒരു യാമത്തിൽ അവൾക്ക് അതിനും ഉത്തരം കിട്ടി. ഇല്ല, ഇനി തൻ്റെ ജീവിതത്തിൽ മറ്റൊരു വിവാഹം ഉണ്ടാവില്ല. പക്ഷേ ഈ ജീവിതത്തിൽ നിന്നും കരാറ് തീർത്ത് പോരുകയും ചെയ്യും. 1 വർഷം കഴിഞ്ഞ് അവൻ പറഞ്ഞതുപോലെ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊടുക്കും. പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പുരുഷൻ ഒരിക്കലും വരില്ല. ജനനവും മരണവും വിവാഹവും ഒന്ന് മാത്രമേ ഉള്ളൂ സരയുവിന്. വിവാഹം എന്നൊരു വിധി തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിതോടെ തീരട്ടെ. അല്ലെങ്കിലും ഒരിക്കൽ പോലും വിവാഹ സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും തനിക്ക് ആശ്വസിക്കാം. ഒരു ഉത്തരം കിട്ടിയതോടെ തിരതല്ലിയ മനസ്സിനൊരാശ്വാസം തോന്നി. ആ സമാധാനത്തിൽ അവൾ ഉറങ്ങാൻ കിടന്നു. പുതുപുലരി അവളെ സുമംഗലിയാക്കുമെന്ന് ഉറപ്പോടെ. 5 മണിയായപ്പോൾ തന്നെ ഉണർന്നിരുന്നു സരയു. അപ്പോൾ തന്നെ പോയി കുളിച്ചു. എല്ലാവരും ഉണർന്നു വരുന്നതേയുള്ളൂ. അപ്പോഴേക്കും കുഞ്ഞി ഉണർന്നു. മുത്തശ്ശിയും അമ്മയും അപ്പച്ചിയും അടുത്ത റൂമിലാണ്. അപ്പോഴേക്കും ഉണർന്നു സുശീലയുമായി എത്തിക്കഴിഞ്ഞു. പുറകെ തനുചേച്ചിയും ലക്ഷ്മിയെടുത്തിയും ഒക്കെ വന്നു. അവരോടൊപ്പം ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നു. ഒരു നിമിഷം മനസ്സിലാവാതെ സരയു തനുചേച്ചിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ബ്യൂട്ടീഷ്യനാണ് മിഥുൻ ഏർപ്പാടാക്കിയത്. ഇപ്പോഴേ തയ്യാറാവണംടാ. രാവിലെയല്ലേ മുഹൂർത്തം. അമ്പലത്തിൽ പോകണം. എങ്കിൽ പിന്നെ നേരത്തെ അമ്പലത്തിൽ പോയിട്ട് വരാം. അത് കഴിഞ്ഞ് റെഡിയാകും. അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടാൽ ബുദ്ധിമുട്ടായാലോ? അത് കുഴപ്പമില്ല മേഡം.
മേക്കപ്പ് വാട്ടർ പ്രൂഫാണ്. കൂടെ വന്നിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞപ്പോൾ സരയു ഒന്ന് ചിരിച്ചു. എങ്കിൽ പിന്നെ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം, ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ശരി ചേച്ചി, ഞാനൊന്ന് റെഡിയായിട്ട് വരാം. സരയു റെഡിയാകാൻ പോയി. അമ്പലത്തിൽ പോകാനായി തയ്യാറായി ഇറങ്ങിയപ്പോഴായിരുന്നു മിഥുൻ്റെ അമ്മാവൻ എത്തിയത്. മോള് തയ്യാറായില്ലല്ലോ അല്ലേ? ഇല്ല, അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് കരുതി. ആയിക്കോട്ടെ, മിഥുൻ അമ്മയുമായി അമ്പലത്തിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നേ അവനും തയ്യാറാകൂ. ഇല്ലെങ്കിൽ പിന്നെ കുറേ സമയം നമ്മൾ അവിടെ പോയി ഇരിക്കേണ്ടി വരും. കൃത്യസമയത്ത് തന്നെ ഇറങ്ങിയാൽ മതി, ദൂരെയൊന്നും അല്ലല്ലോ. ഏറെ വാത്സല്യത്തോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അമ്പലത്തിൽ പോയപ്പോഴും എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. വെറുതെ കണ്ണുകൾ അടച്ചു നിന്നു. തിരികെ വന്നപ്പോഴേക്കും എല്ലാവർക്കും തിരക്കായിരുന്നു. ഭംഗിയായി ഞൊറിഞ്ഞുകൊടുത്ത സ്വർണ്ണ കല്ലുകൾ പതിപ്പിച്ച പട്ടുസാരിയിൽ അതിസുന്ദരിയായിരുന്നു അവൾ. സ്വർണ്ണ നിറത്തിലുള്ള കല്ലുകൾ പതിപ്പിച്ച ഗോൾഡൻ സാരിയിൽ അവളുടെ സൗന്ദര്യം ഒന്നുകൂടി ഇരട്ടിപ്പിച്ച് കാണിച്ചു. മുഖത്ത് എന്തൊക്കെയോ ചമയങ്ങൾ അവർ ചെയ്യുന്നത് അവൾ അറിഞ്ഞിരുന്നു. വില കൂടിയ ആഭരണങ്ങളാൽ സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന മകളെ കണ്ട അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. രാഘവനും ഒരു നിമിഷം കരഞ്ഞുപോയി. അനുഗ്രഹം വാങ്ങുന്ന സമയത്ത് അറിയാതെ അവളും ഒന്ന് വെങ്ങിപ്പൊട്ടിപ്പോയിരുന്നു. അഭിനയമാണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം നിറഞ്ഞ മുഖം മാത്രം മതിയായിരുന്നു. 1,000,000 ജന്മം അവൾക്ക് സന്തോഷിക്കുവാൻ. എല്ലാവർക്കും ദക്ഷിണ നൽകി എല്ലാവരുടെയും മുൻപിൽ സന്തോഷവതിയായി നിന്നു. അതിനുശേഷം തനുവിനും കുഞ്ഞിക്കും ഒപ്പമാണ് അവൾ കാറിലേക്ക് കയറിയത്. സാരഥിയായി അഭിയേട്ടനും. തനു മൊബൈലിൽ നോക്കി ഇരിക്കുകയാണ്. യൂട്യൂബിൽ ഏതോ ഒരു വാർത്ത കേട്ടിരുന്നു സരയു. സൂപ്പർ സ്റ്റാർ മിഥുൻ മേനോൻ ഇന്ന് വിവാഹിതനാകുന്നു. വധുവിനെ പറ്റിയുള്ള യാതൊരു വിവരവും ഈ നിമിഷം വരെ പുറത്തുവിട്ടിട്ടില്ല. മൂകാംബികയിൽ വെച്ചാണ് വിവാഹം നടക്കുക. അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കുക. സിനിമയിലെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി കൊച്ചിയിൽ തിങ്കളാഴ്ച റിസപ്ഷൻ ആഡംബരമായ രീതിയിൽ തന്നെ നടക്കും. ചിരിയോടെ തനു മുഖത്തേക്ക് നോക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പം തിരിയുന്ന ഒരു പേര് നിന്റേതാ. ചിരിയോട് പറഞ്ഞു. എൻ്റെയോ? മനസ്സിലാവാതെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പിന്നല്ലാതെ, മിഥുൻ മേനോന്റെ പെണ്ണിനെ കാണാനാണ് ഇപ്പം ആരാധകരെല്ലാം കാത്തിരിക്കുന്നത്. അത് നീയല്ലേ? ഉടനെ തന്നെ മുൻസീറ്റിലിരുന്ന കുഞ്ഞൊന്ന് ചിരിച്ചിരുന്നു. ചേച്ചി ചേച്ചി പോലും അറിയാതെ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞു അല്ലേ? അവളത് പറഞ്ഞപ്പോൾ തനുവും ചിരിച്ചു. ആ തമാശകളൊന്നും ആസ്വദിക്കാൻ അവൾക്ക് മാത്രം സാധിച്ചിരുന്നില്ല. എന്തോ ഒന്ന് മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ജീവിതമെന്ന സത്യം ഉത്തരമില്ലാത്ത സമസ്യയായി അവൾക്ക് മുൻപിൽ നിൽക്കുകയാണ്. ആ സമസ്യ അങ്ങനെ പൂർത്തീകരിക്കുമെന്നറിയാതെ ഉഴലുകയായിരുന്നു അവൾ. കുറച്ച് നിമിഷങ്ങൾക്കകം താൻ സുമംഗലിയാകുമെന്ന ചിന്ത അവളെ ഭയപ്പെടുത്തി. ഉടുപ്പിയിലെ ആ പ്രഭാതം അവൾക്ക് ഭീതി മാത്രമാണ് സമ്മാനിച്ചിരുന്നത്. സരയു, ഒന്നും പറയാതെ എന്താ? അഭിയുടെ വകയായിരുന്നു ചോദ്യം. ഒന്നുമില്ലേട്ടാ, വെറുതെ പറഞ്ഞവൾ. സൗപർണിക നദിയുടെ തീരത്തുള്ള ആദിപരാശക്തിയുടെ പ്രഭവ കേന്ദ്രം മൂകാംബിക ക്ഷേത്രം. ആദ്യമായാണ് അവൾ നേരിട്ട് കാണുന്നത്. ഭക്തജനങ്ങൾ ഭക്തിയോടെ എത്തുന്ന ആ ക്ഷേത്ര നടയിലേക്ക് അവൾ പ്രതീക്ഷയോടെ നോക്കി. ത്രിമൂർത്തികളുടെ സാന്നിധ്യവും ആ ക്ഷേത്രത്തിലുണ്ട്. ശ്രീചക്രപീഠത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ശിവലിംഗമാണ് ക്ഷേത്രത്തിൻ്റെ മുഖ്യ പ്രതിഷ്ഠയായി വരുന്നത്. മുകളിലോ ഒരു സ്വർണ്ണരേഖയുള്ള ശിവലിംഗം അതുവഴി രണ്ടായി പകുത്തിരിക്കുന്നു. ഇതിൽ വലതേ പകുതിയിൽ ബ്രഹ്മാവാണ്, മറുഭാഗം വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും. മറുവശത്തോ ഭഗവതിയുടെ 3 രൂപങ്ങളുടെ സാന്നിധ്യവും കാണാൻ സാധിക്കും. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആഡംബരം വിളിച്ചോതുന്ന ഒരു കാർ അവിടേക്ക് വന്നു. അതിൽ നിന്നും നാടൻ വേഷത്തിലാണ് മിഥുൻ ഇറങ്ങിയിരുന്നത്. ഒരു മേൽമുണ്ടും സ്വർണ്ണ കസവ് കരയുള്ള മുണ്ടുമാണ് അവൻ്റെ വേഷം. ഏറെ സന്തോഷത്തോടെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നും അരുന്ധതിയും ഇറങ്ങി. നല്ല വില കൂടിയൊരു സെറ്റും മുണ്ടുമാണ് അവരുടുത്തിരിക്കുന്നത്. ശരീരത്തിൻ്റെ ക്ഷീണം മാത്രമേ മുഖത്ത് കാണാനുള്ളൂ. എന്നാൽ മനസ്സിൻ്റെ സന്തോഷം നന്നായി പ്രതിഫലിക്കുന്നുമുണ്ട്. ഏറെ സന്തോഷത്തോടെ ഓടി സരയുവിൻ്റെ അരികിലേക്ക് എത്തിയവർ അവളെ കണ്ടതും ആ മനസ്സ് നിറഞ്ഞുവെന്ന് തോന്നിയിരുന്നു. എല്ലാവർക്കും ഒരു പുഞ്ചിരി മിഥുനും നൽകിയിരുന്നു. മിഥുനൊപ്പം ഇറങ്ങിയ സനൂപിനെ കണ്ടപ്പോൾ സരയൊന്ന് പുഞ്ചിരിക്കാൻ മറന്നിരുന്നില്ല. തൊട്ടുപിറകെ ബാക്കിയുള്ളവരും വാഹനങ്ങളിലായി എത്തിയിരുന്നു. സരയുവിൻ്റെ വീട്ടുകാരെയൊക്കെ വളരെ സ്നേഹത്തോടെയാണ് അരുന്ധതി സ്വീകരിച്ചത്. ക്ഷേത്രത്തിലേക്ക് കയറാം, മിഥുനാണ് പറഞ്ഞത്. കുറച്ചു സമയങ്ങൾക്ക് ശേഷം മന്ത്രോച്ചാരണങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നിറവിൽ മഞ്ഞച്ചരടിൽ കോർത്തൊരു താളി അവളുടെ കഴുത്തിൽ മിഥുൻ ചാർത്തി. 3 കെട്ടുകളാൽ ആ ബന്ധം അവൻ ദൃഢമാക്കി. അവൻ്റെ വിരലുകൾ പിൻകഴുത്തിൽ പതിഞ്ഞ നിമിഷം കണ്ണുകൾ നിറഞ്ഞുപോയി സരയുവിൻ്റെ.
എന്താണ് താൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നത്? മരണം വരെ ഇത് തന്നിൽ ഉണ്ടാവണമെന്നോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ തനിക്ക് കഴിയില്ല. നെറ്റിച്ചുട്ടി മാറ്റി അവിടെ മിഥുന്റെ തുടിവിരലുകളാൽ കുങ്കുമവർണ്ണത്താൽ അവളുടെ സീമന്തരേഖ ചുവന്നപ്പോൾ അറിയാതെയെങ്കിലും അവൾ ഉള്ളിൽ പ്രാർത്ഥിച്ചിരുന്നു, തൻ്റെ മരണത്തോടെ അല്ലാതെ ഈ സിന്ദൂര ചുവപ്പ് തന്നിൽ നിന്നും മാഞ്ഞു പോകരുതെന്ന്. നിറകണ്ണുകളോടെ അവൾ മിഥുന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനും അത്ഭുതപ്പെട്ടു പോയിരുന്നു. തുളസിമാല പരസ്പരം അണിയിക്കുമ്പോൾ മറ്റാരും കേൾക്കാതെ അവളുടെ ചെവിയിൽ മാത്രമായി അവൻ ചോദിച്ചു, ആര് ഓക്കെ? ഓക്കെയാണ് സർ. ആരും കേൾക്കാത്ത വിധത്തിൽ അവളും പറഞ്ഞു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഈ പോസ്റ്റിന് ലൈക്ക് നൽകാൻ മറക്കല്ലേ കേട്ടോ. എനിക്ക് ലൈക്കിലൂടെ നിങ്ങളുടെ സ്നേഹം അറിയാൻ പറ്റുള്ളേ. അതുകൊണ്ട് ലൈക്ക് ചെയ്യണേ.